എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഈ ജയിലിനുള്ളിൽ പുറത്തിറങ്ങിയപ്പോ എന്തൊരാശ്വാസം. എത്രയും പെട്ടെന്ന് നമ്മളെ കുടിയിലെത്തണം. ഗഫൂർ ഒട്ടും കുറയ്ക്കണ്ട, ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോയി കളയാം. അതാ എന്താണിത്, ഇന്ന് റോട്ടിലൊന്നും ഒരു ഈച്ചയും പൂച്ചയും ഇല്ലല്ലോ. അതെ, എന്താണ് റോട്ടിലൊന്നും വാഹനമില്ലാത്തത്? ഇന്ന് ഹർത്താലാണ് ഭായി. ഹർത്താലോ? ഒടുങ്ങിയല്ല വതിരിങ്ങളെ. ഇനിയിപ്പോ നമ്മള് വീട്ടിലെത്താണ് എന്താണ് ചെയ്യാ? ഏതായാലും നടക്കന്നെ. ആരാത്? ഞമ്മൾ ഗഫൂറാണ്. ഇല്ല, മൂപ്പര് ജയിലില്ല. എടി സൈത്താനെ, ഇത് ഞാനാണ്, എന്റെ പുയ്യാപ്പിള ഗഫൂർ. വാതില് തുറക്ക്, ഞമ്മള് പരോരിറങ്ങി. എന്റെ ബദിരിങ്ങളെ, എനിക്ക് പെരുത്ത് സന്തോഷായി. നിങ്ങള് നിങ്ങള് വേഗം അത്തോട്ട് കേറി. എത്ര കാലായി മുത്ത നമ്മളെ കണ്ടിട്ട്. നമ്മള് ശരിക്കും എന്നെ ഒന്ന് കാണട്ടെ. പർസോനെ, നമ്മളെ കണ്ണിന്റെ കാഴ്ച പോയേ. എടി സൂറ, എന്നെ നോക്കിയപ്പോഴേക്ക് നമ്മളെ കണ്ണടിച്ചു പോയി. എന്റെ മനുഷ്യ, ഇത് കറണ്ട് കട്ടാ. അതോ, നമ്മളാകെ വേജാറായി പോയി. ഇനി എന്നാണ് കറണ്ട് വരിക? നിങ്ങക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ, അല്ലെങ്കിൽ പിന്നെ പൊലച്ചയ്ക്ക് നോക്കിയാ മതി. ഭാഗ്യം, നല്ല ഭാഗ്യം ഉള്ളതുകൊണ്ടാണല്ലോ കണ്ടോൻ ചെയ്ത കുറ്റം നമ്മളെ പള്ളിക്കായി നമ്മള് ജയിലിൽ പോയത്. എന്നാ പിന്നെ ഈ മെഴുകുതിരി വെളിച്ചത്തിൽ നിങ്ങളെ നേരം വെളുപ്പിക്ക്. നിങ്ങൾ വേഗം മാർക്കറ്റ് പോയി മീനും പലചരക്ക് സാധനമൊക്കെ മേടിച്ചോണ്ട് വാ. ആ നല്ല പടക്കണ മീൻ. ആ വേമ്പരി. ആ പടക്കണയില്ല. മോനെ, അയക്കോർക്ക് എന്താണ് വില? ആ പടക്കണ അയക്കോറ 500 റുപ്യുള്ളു, 500 റുപ്യ. ആണോ? എത്ര കിലോക്കാ മോനെ 500? താനേത് നാട്ടുകാരനാടോ? 1 കിലോ അയക്കോറക്കാണ് 500 രൂപ. അള്ളാന്റെ റബ്ബേ, 1 കിലോ മീനിന് 500 റുപ്യ. തൽക്കാലം നമുക്ക് മീൻ വേണ്ട മോനെ. അരിയും പഞ്ചാരൊക്കെ വാങ്ങി പോരെ പോവാ. അരി 33 റുപ്യ, പഞ്ചാര 42, പരിപ്പ് 50, വെളിച്ചെണ്ണ 125. അല്ല, ഈ എഴുതി വെച്ച വിലൊക്കെ 1 കിലോന് തന്നെയല്ലേ? തെറ്റിട്ടൊന്നുമില്ലല്ലോ? ഒരു തെറ്റില്ല, എല്ലാം ഓരോ കിലോ സാധനത്തിന്റെ വിലയാ. എടി സൂറ, ഇതിലും ഭേദം ഞമ്മക്ക് ജയിലിൽ തന്നെ കഴിയുന്നതിനും. സാധനങ്ങൾക്കൊക്കെ ഒടുക്കാത്ത വിലാണ്. ജയിലിലാവുമ്പോ ഒന്നും അറിയണ്ട. വെള്ളത്തിന് വെള്ളം, കറണ്ടിന് കറണ്ട്, ഭക്ഷണത്തിന് ഭക്ഷണം. പിന്നെ ഇവിടുത്തെ പോലെ അടിക്കടി ഹർത്താലുമില്ല. പരമസുഖ. നമ്മള് പരോള് മതിയാക്കി തിരിച്ച് ജയിലിലേക്ക് തന്നെ പോവുകയാണ് മോളെ.